ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം എന്നും മഹത്വമെടുക്കുമാറാകട്ടെ. ക്രിസ്തീയ ജീവിതം ഒരു ലൂപ്പോ? കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ലോകപരമായ കാര്യങ്ങളും മാറ്റിവെച്ച ഈശോയുടെ സ്നേഹത്തിൽ നമ്മൾ ജീവിക്കുന്നത് അല്ലേ? എന്നിട്ടും ഒന്ന് കഴിഞ്ഞ ഒന്ന്, മറ്റൊന്ന് കഴിഞ്ഞ മറ്റൊന്ന്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, ഇങ്ങനെ ഒരു കുടുങ്ങിയ അവസ്ഥയിലാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടോ? യേശുവിന്റെ സ്നേഹത്തിൽ ജീവിക്കുന്ന നമുക്ക് മാത്രമേ ഈ പ്രശ്നങ്ങളുള്ളൂ. മറ്റുള്ളവർ നോക്കുക, അവർ ഒരു പ്രശ്നവുമില്ല, അവർ അടിച്ചു പൊളിച്ച് ലോകപരമായിട്ട് ജീവിക്കുക എന്നാണ് എൻ്റെയും നിങ്ങളുടെയും ചിന്ത. അവനോട് പേഴ്സണലി ചോദിച്ചാൽ ചിലപ്പോൾ അവൻ പറയും അവൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. എനിക്ക് അങ്ങനെ ചിന്തിച്ചപ്പോൾ തോന്നിയ ഒരു കാര്യമുണ്ട്. കർത്താവ് തന്നൊരു ബോധ്യമാണ്, ഒരു കുഞ്ഞ് ഈ ലോകത്ത് ജനിച്ചതിന് ശേഷം അവൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുക, അവൻ്റെ ഭക്ഷണം, അവൻ ഏത് സ്കൂളിൽ പോകണം, അവൻ എന്ത് വിദ്യാഭ്യാസം എടുക്കണം, അവൻ എന്ത് വസ്ത്രം ധരിക്കണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് കൊടുക്കുന്നത് ആരാ? അവൻ്റെ മാതാപിതാക്കന്മാരാ. അവൻ അതിനുള്ള പ്രാപ്തി ആയിട്ടില്ല. അവൻ മെച്യൂർഡ് ആവുന്ന സമയത്ത് പിന്നീട് അവൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കും. അവനാണ് പിന്നീട് എല്ലാം ക്രമീകരിക്കുന്നത്. ഇതേപോലെയാണ് എൻ്റെയും നിങ്ങളുടെയും ക്രിസ്തീയ ജീവിതം. നമ്മൾ മെച്യൂർഡ് ആവുന്ന ഒരു സമയമുണ്ട്, എൻ്റെ കർത്താവിൻ്റെ കരം പിടിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. ഈ സമയങ്ങളിൽ പലതും നമുക്ക് അനുവദനീയമല്ല എന്ന് വെച്ചിട്ട് എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ദൈവം കുറവ് വരുത്തിയിട്ടുണ്ടോ? ഇന്നലകളിൽ ഇന്ന് കാണുന്ന പ്രതിസന്ധി കണ്ടിട്ടാണ് നമ്മൾ പിറുപിറുക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ പ്രതിസന്ധികൾ അടിക്കടി നമുക്ക് ജീവിതത്തിൽ കടന്നു വരുന്നത്? കർത്താവിൻ്റെ തിരുവചനം പറയുകയാണ്, എബ്രായർക്ക് എഴുതിയ തിരുവചനത്തിൽ 13-14 തിരുവചനം, ഈ നഗരത്തിലല്ല, ശാശ്വതമായ ഒരു ജീവിതത്തിലേക്കാണ് നമ്മുടെ യാത്ര. കർത്താവിൻ്റെ വലിയ പദ്ധതി ഒരുക്കിയിരിക്കുന്ന നിത്യമായ ജീവിതത്തിലേക്കുള്ള കർത്താവിൻ്റെ കരം പിടിച്ചുള്ള ഒരു യാത്രയിലാണ്. ഈ യാത്രയിൽ പൂർത്തിയാകുന്നതിന് വേണ്ടി കർത്താവ് നമ്മുടെ ജീവിതത്തിന് ഒരിക്കലും നമ്മൾ ലോകപരമായി വിട്ടുപോകാണ്ടിരിക്കാൻ വേണ്ടി അവൻ്റെ സ്നേഹത്തിൽ പൊതിയുന്ന ഒരു അനുഭവമാണ് ഈ ഒരു ലൂപ്പ് എന്ന് പറയുന്ന സാഹചര്യം. ഇത് കണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ വലിയ സ്നേഹം നമ്മളെ പൊതിഞ്ഞ് നയിക്കുക തന്നെ ചെയ്യും. ആമേൻ.